ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എനിക്കും ബേബിക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഇത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിള്ളേരുള്ളതുകൊണ്ടും പല ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളുകൊണ്ടും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയി ഇതേ അഡ്മിറ്റ് ആവുന്ന ഡേ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ, അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എടുക്കുകയാണ്. നേഴ്സൊക്കെ ഇപ്പോൾ വന്നു പോയി, അങ്ങനെ ഓരോ കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വെച്ച് പെട്ടെന്ന് ഞാൻ എന്തൊക്കെയാണ് എനിക്കും ബേബിക്കും വേണ്ടി കൊണ്ടുവന്നത് കാണിക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 2 ബാഗാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് എനിക്കുള്ള ബാഗും പിന്നെ ബേബിയുടെ ഒരു ബാസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഗിലാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓരോരോ കള്ളിയായിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ അതിലാദ്യം ഞാൻ എനിക്ക് വേണ്ടി ഒരു കോമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ ഫേസിലിടുന്ന മോയ്സ്ചറൈസിങ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നാളെ മാത്രമേ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സിസേറിയനാണ്. പിന്നെ വേദനയൊക്കെ മാറുന്ന ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇരിക്കട്ടെ എന്തായാലും. അങ്ങനെ പിന്നെ എൻ്റെ മെഡിസിൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് നാളെ മുടി 2ആയിട്ട് കെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ തീപ്പെട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊതുക് തിരി എടുത്തിട്ടുണ്ട്. അത് ഇന്ന് മാത്രമേ കത്തിക്കുള്ളൂ. ഇവിടെ കൊതുക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ കത്തിക്കില്ല കേട്ടോ. പിന്നെ ഞാനെല്ലാം ബാഗിൻ്റെ ഓരോരോ കള്ളിയിലായിട്ടാണ് കേട്ടോ വെച്ചത്. അതുകൊണ്ടാണ് ഇത്. വീണ്ടും എൻ്റെ മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോരോ പൗച്ചും കാര്യങ്ങളും കൊണ്ടുവരാൻ എനിക്ക് മടിയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ് എടുത്തത്. പിന്നെ ഇത് എൻ്റെ ഐലൈനർ ഉണ്ട്. കാരണം പോണ ദിവസം നമുക്കൊരു പൊട്ടൊക്കെ തൊട്ട് പോകണമല്ലോ, വെറുതെ പൊട്ടൊക്കെ തൊട്ടില്ലെങ്കിൽ കാണാൻ രസം ഉണ്ടാവില്ല. പിന്നെ ഇതെൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം, അതായത് ബോഡി ലോഷനാണ്. അപ്പോൾ അത് ഞാൻ വലിയൊരു ബോട്ടിലാണ്. അപ്പോൾ ഞാനതൊരു ചെറിയൊരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് മുടി കെട്ടാൻ വേണ്ടി തന്നെ അത് റബ്ബർ ബാൻഡ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബാൻഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതിൽ ഈ ഒരു സ്റ്റീലിൻ്റെ പോലത്തെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ലേബർ റൂമിലേക്ക് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ റബ്ബർ ബാൻഡ് മാത്രമേ കെട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് നേഴ്സിനോട് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവരും ഇതേപോലത്തെ റബ്ബർ ബാൻഡ് നമുക്ക് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ബുഷ് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഇല്ലാത്ത ടൈപ്പ് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ എൻ്റെ ലിപ് ബാം. പിന്നെ ഞാൻ വലിയൊരു ബുഷ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെയർ സിറം. ഇത് തീരാനായി, കുറച്ചുള്ളത് ഞാൻ എടുത്തിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു 2-3 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം താഴെ പോയിട്ടോ ഇപ്പോൾ എടുത്തപ്പോൾ. പെട്ടെന്ന് ആവശ്യം വന്നാൽ നമുക്ക് കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഇടാമല്ലോ. പിന്നെ വിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പേന കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പിന്നെ പുറത്തിറങ്ങി നടക്കണ്ടല്ലോ, അങ്ങനെയുണ്ടോ. ഇത്രയാണ് ഞാൻ ഫസ്റ്റ് കള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രഷ് കേട്ടോ, പല്ല് തേക്കാനുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് ബേബിയുടെ ഡ്രസ്സ് കഴുകുന്ന ലിക്വിഡാണ്. ഞാനത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ബണ്ണീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്ലോത്ത് ക്ലിപ്പാണ് കേട്ടോ. അതായത് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോൾ അത് കുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്പ് വീട്ടിലുള്ളത് തന്നെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എക്സ്ട്രാ നമ്മളതിനൊന്നും കാശ് ചിലവാക്കിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ കൊതുക് തിരി എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ കൊതുക് ഉണ്ടാവാറുണ്ട്. മുന്നേ അഡ്മിറ്റായ സമയത്തൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട്. പിന്നെ ബേബി വന്നു കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കില്ല. ഇന്ന് മാത്രം വേണ്ടി വന്നാൽ കത്തിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണേ. പിന്നെ ഇത് നമ്മുടെ ചാർജർ. പിന്നെ എൻ്റെ ഡ്രസ്സ് നമുക്ക് ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. ബേബിയുടെ ഡ്രസ്സ് കഴുകുമ്പോൾ ആവശ്യം വരും. ഇത് ആല എന്ന് പറയാം കേട്ടോ, ആല. അതായത് നമുക്ക് ഡ്രസ്സിൽ കറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡ്രസ്സ് നല്ല ക്ലീനായിട്ട് കിട്ടും, വൈറ്റ് ക്ലോത്തൊക്കെ. അപ്പം ഇത് രാമന് വെച്ചൊക്കെ ആയിരുന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതായത് ക്ലോറിൻ പോലെയല്ല, നമുക്ക് ഡ്രസ്സിൻ്റെ കളർ പോകില്ല, പക്ഷേ ഡ്രസ്സിൽ അഴുക്ക് പറ്റിയിട്ടുള്ളത് നമുക്ക് പോകാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. പാരച്യൂട്ടിൻ്റെ ഒരു ഓയിൽ. പിന്നെ ഡ്രസ്സ് കഴുകാൻ സോപ്പ്. ഇത് നമ്മുടെ ഡ്രസ്സ് കഴുകാനാണ് കേട്ടോ. പിന്നെ ഫേസ് വാഷ്, കുളിക്കുന്ന സോപ്പ്. പിന്നെ ഇത് സോപ്പ് പൊടി, പിന്നെ പേസ്റ്റ്. പിന്നെ
തോർത്ത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്, പിന്നെ വേറെ ഒന്നും ഉണ്ട്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു. പിന്നെ നമ്മുടെ പാൻറ്റീസ് അത് കടയിൽ വാങ്ങിച്ചത്. പിന്നെ ബട്ടണുള്ള, അതായത് ഫുൾ ബട്ടണുള്ള നൈറ്റി കേട്ടോ. അത് ഈ ഒരു ബ്ലൂ കളറും ആൻഡ് പിന്നെ ഈ ഒരു ഗ്രീൻ കളർ നൈറ്റി. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് തുറന്ന് കാണിക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. ഫുൾ ബട്ടണുള്ള നൈറ്റി. പിന്നെ ഞാൻ എക്സ്ട്രാ എനിക്കൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടോപ്പാണ്. കാരണം ഞാൻ ഇട്ടുകൊണ്ട് വന്നതാണിത്. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്കൊരു ടോപ്പ് വേണ്ടി വേണമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ 2 പുതപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ബെഡ്ഷീറ്റ്. പിന്നെ നമുക്ക് അണ്ടർസ്കേർട്ട് ആവശ്യമുള്ളതുകൊണ്ട് 2 അണ്ടർസ്കേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ് തന്നെ, ബ്രാ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സാധനങ്ങൾ കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടു, നാളെ നമ്മൾ സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഡ്രസ്സായിരിക്കും ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റാന്നേരിക്കുള്ളൂ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ വാഷ് ചെയ്തിട്ട് നമ്മൾ അത് തന്നെയായിട്ട് അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേ ലഗേജൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇത്രയും തന്നെ മതിയാവും. നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരുപാടൊന്നും വലിച്ചാരി കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളായിട്ട് വന്നാൽ മതി. നമുക്ക് തോന്നും അയ്യോ അത് വേണോ ഇത് വേണോ അങ്ങനെയൊക്കെ തോന്നും. എനിക്കും ഇപ്പോൾ മുന്നത്തെ പ്രഗ്നൻസിയിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ 3ാമത്തെ കണ്ട് എനിക്കറിയാം എന്തൊക്കെ ആവശ്യം വരും എന്തൊക്കെ ആവശ്യം വരില്ല എന്നുള്ളത്. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ, അല്ലാണ്ട് കുറേ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്കുള്ള സാധനങ്ങൾ ഇത്രയും മതി. അപ്പോൾ നമ്മൾ ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ അങ്ങനെയല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബേബിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ബാസ്ക്കറ്റ് രാമനായിരുന്ന സമയത്ത് ഞാൻ അവന് വേണ്ടി വാങ്ങിച്ച ബാസ്ക്കറ്റാണ്. അതായത് 5 വർഷം പഴക്കമുള്ള ബാസ്ക്കറ്റാണ്. അത് ഇപ്പോൾ പല മോഡലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നമുക്കതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമില്ല. അപ്പോൾ വെറുതെ എന്തിനാണ് അൺനെസസറി എക്സ്പെൻസസ് ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഉപയോഗിച്ചത്. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ബേബിക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ വെള്ള തുണി നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നേഴ്സ് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു കേട്ടോ. നാളെ അത് നമുക്ക് ലേബർ റൂമിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ജബ്ലാസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 5 എണ്ണത്തിൻ്റെ സെറ്റ് വന്ന വൈറ്റ് മാത്രമുള്ള ജബലാണ്. ഇത് 5 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഈ കളറായിട്ടുള്ള ജബ്ലാസ് അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞി ടർക്കിയാണ്. ഇത് ഞാൻ നാളെ ബേബിക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് പുറത്തെടുത്ത് വെച്ചേക്കാണ് കേട്ടോ, വൈറ്റ്. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ കാണിക്കുന്നത് ചിലപ്പോൾ നേഴ്സുമാരാരെങ്കിലും വരും ബേബിയുടെ ഇത് നോക്കാൻ വേണ്ടിയിട്ട്, ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്ര സ്പീഡിൽ പറയുന്നത്. പിന്നെ ഇത് സാധാരണ ഇങ്ങനത്തെ ചെറിയൊരു ടർക്കിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്വാഡിൽസാണ്. അതായത് ബേബിനെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത്. ഇത് ഞാൻ 5 എണ്ണത്തിൻ്റെ സെറ്റ് 200 രൂപയ്ക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുന്നേ, ഞാൻ അയച്ചു തരാം. ഇത് നിവർത്തി കാണിക്കുമ്പോൾ ഇത്രയും വലിപ്പമുണ്ടാവും. ഞാൻ സാധാരണ കടയിലൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ നല്ലത് കിട്ടിയില്ല. നല്ല വലുതാണ് കേട്ടോ, നല്ല പ്രിൻറ്റും നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും ബണ്ണീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വെള്ളത്തുണി കൊണ്ടുവന്നതിൽ എക്സ്ട്രാ ഉള്ളതാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബട്ടൺ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടേ. പിന്നെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീണ്ടും ടർക്കി തന്നെയാണ് കേട്ടോ, സാധാ ടർക്കി ഈ കളർ. അത് ഞാൻ 2 എണ്ണം ചെറിയ ടർക്കിയും പിന്നെ ഇതൊക്കെ വലിയ ടർക്കിയാണ്. ഈ ഒരു ടർക്കി തന്നെ നമുക്ക് ബേബിനെ പൊതിഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇത് ഇങ്ങനെ ടർക്കി സാധാരണ പോലെ ഇങ്ങനത്തെ തലയുടെ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ പ്രിൻ്റ് വരുന്നത്. പിന്നെ അത് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നത് പിങ്ക് കളറ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരെണ്ണം സ്റ്റാർ വരുന്നൊരു ബ്ലൂ. പിന്നെ സാധാരണ
നല്ലൊരു സാധാരണ ഒരു പ്രിൻ്റുള്ള ഇങ്ങനത്തെ ഒരു ടർക്കി. പിന്നെ ഒരു ഡ്രൈ ഷീറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈ ഷീറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ആവശ്യം വരില്ല, എന്നാലും ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് വെച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ ബേബിക്ക് ആവശ്യം വരാറില്ല, നമ്മളിവിടെ ഡയപ്പറാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഡയപ്പർ വാങ്ങിച്ചിട്ടില്ല. അതായത് ന്യൂ ബോൺ ബേബിയുടെ ഡയപ്പർ കിട്ടും, അത് നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പീസ് നമ്മൾ ഉടുപ്പിക്കുന്ന തുണിയാണ്. അത് എല്ലാവരും വെച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു ധൈര്യത്തിന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആവശ്യം വരില്ല, കാരണം കഴിഞ്ഞ അജുവിനെ പ്രസവിച്ചപ്പോഴൊന്നും ഇതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബേബീനെ തുടക്കാൻ വെറ്റ് വൈപ്സ്, മീമിയുടെ വെറ്റ് വൈപ്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ ലാമിയ ബേബി സ്റ്റുഡിയോന്നാണ് വാങ്ങിച്ചത്. എല്ലാം ഞാൻ സ്വാഡിൽസ് മാത്രമേ ഓൺലൈൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ബേബിയുടെ ക്ലോത്ത് വാഷും, ബാക്കിയെല്ലാം ഞാൻ ഇവിടുത്തെ സാധാരണ സ്റ്റോറിൽ പോയി നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ ആ പെയിൻ എനിക്ക് അജു വരുന്ന സമയത്ത് ഹോട്ട് ബാഗിൽ വാട്ടർ നിറച്ച് ചൂടുവെള്ളം നിറച്ചിട്ട് പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോട്ട് ബാഗ് അജുവിന് ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. 3 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ കെറ്റിൽ പിന്നെ ഉണ്ടായിരുന്നത് ചീത്തയായതുകൊണ്ട് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഞാൻ ധൃതി പിടിച്ച് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ നമുക്കിപ്പം ആദ്യമായിട്ട് നമ്മൾ പ്രഗ്നൻ്റായി ഒരു കുഞ്ഞിനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത് വേണം, ഇത് വേണം, കാണുന്നതൊക്കെ വേണം, റീൽസിൽ കാണുന്നത് വേണം. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ അത് വേണം, ഇത് വേണം, ആ ബെഡ് വേണം, ഈ മോഡൽ ബെഡ് വേണം, റൗണ്ട് ഷേപ്പിൽ വേണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടൊരു അമ്മയാവുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബേബിക്ക് അതാവശ്യം വരും, ഇതാവശ്യം വരും, അങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളൊരു അമ്മ തന്നെയാണ് ഞാൻ. പിന്നെ എനിക്ക് ആദ്യത്തെ ബേബി ആയപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെ കുട്ടികൾ ഉപയോഗിക്കും, എന്തൊക്കെ ആവശ്യം വരും, എന്താണ് വേണ്ടത്, എന്ത് വേണ്ട. ആദ്യം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്ര രൂപ വാങ്ങിച്ചു കൊടുക്കണം, അവരത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് മാത്രമേ നമ്മൾ പിന്നെ അതിന് എക്സ്പെൻസസ് നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ അല്ല. പിന്നെ അജു ആയിരുന്നപ്പോഴും എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്താ പറയുക, രാമൻ്റെ തന്നെ കുറേ സാധനങ്ങളാണ് അവന് യൂസ് ചെയ്തത്. കാരണം അവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. രാമന് 1 വയസ്സായ സമയത്താണ് ഞാൻ അജുവിനെ ക്യാരിയിങ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ വാങ്ങണ്ട, എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കും, അങ്ങനെ എനിക്കറിയാമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ ബെഡൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, വീട്ടിൽ ഓൾറെഡി എനിക്കൊരു സ്ക്വയർ ബെഡ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നോക്കിയിട്ട് നമുക്ക് വാങ്ങാം. പിന്നെ നമ്മൾ ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ ക്യാപ്പുള്ള മൂടി പുതച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് പറയാനുള്ളത്, നിങ്ങളത് വാങ്ങിച്ചു, പക്ഷേ നമ്മുടെ ക്ലൈമറ്റും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അജുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സാധാരണ കുട്ടികളെ പൊതിഞ്ഞൊക്കെയല്ലേ നമുക്ക് തരാം. പക്ഷേ ഇവനെ പൊതിഞ്ഞ് തന്നിട്ട് ഇവന് ഭയങ്കര ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അവനെ തുറന്ന് ഇങ്ങനെ പൊതിയണ്ട, കൊച്ചിനെ ഓപ്പൺ ആയിട്ട് ഇടാൻ പറഞ്ഞു. അതായത് ഡ്രസ്സ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങുമ്പോൾ ക്ലൈമറ്റും കൂടി നോക്കണം. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മൂടിപ്പുറച്ചുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലാത്തൊരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ജബ്ലയും, അതായത് കെട്ടുന്ന ഉടുപ്പും, പിന്നെ എന്തായാലും ആശുപത്രിയിൽ നമുക്ക് ഡയപ്പറേ വെക്കുള്ളൂ, അതും പിന്നെ നന്നായിട്ട് പൊതിയാൻ പറ്റിയ ഒരു ടർക്കിയോ, പിന്നെ സ്വാഡിലാണെങ്കിൽ അത് അത്രയും മതിയാവും. പിന്നെ നമ്മൾ കട്ടിയുള്ള കാര്യങ്ങൾ ബേബീനെ യൂസ് ചെയ്യാൻ ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്വാഡിൽ എന്നൊക്കെ പറയുമ്പോൾ നൈസായിട്ടുള്ളൊരു തുണിയാണ്. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂട് ക്ലൈമറ്റാണ്, അതായത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പം ബേബിക്ക് എന്താ ഭയങ്കര ചൂട് കൂടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനറിയില്ല. അവർ വേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ മൂടിപ്പുതച്ച് ഓവർ ഡ്രസ്സ് നമ്മൾ ഒരിക്കലും ന്യൂ ബോൺസിനെ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ രാമനാകുന്ന സമയത്ത്, ഞാൻ ആദ്യമായിട്ട് അമ്മയാകുന്ന സമയത്ത് ഞാനിങ്ങനെ ക്യാപ്പും കയ്യിലിടുന്നത് കാലിലിടുന്നത് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ അത് മതിയാവും. അല്ലാണ്ട് ഒരുപാട് ആവശ്യത്തിന് വേണ്ടി നമുക്ക് അതിനൊക്കെ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ക്ലൈമറ്റും ഒക്കെ നോക്കി, പിന്നെ നമ്മൾ ഒരു സമയം കൊടുക്കുക നമ്മുടെ ബേബിയുടെ നേച്ചറൊന്ന് മനസ്സിലാക്കാൻ. ഇപ്പം അജുവിനായിരുന്ന സമയത്ത് അവൻ്റെ ബോഡി ഭയങ്കര ഹീറ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓവർ ഡ്രസ്സ് ചെയ്യിക്കുക, അല്ലെങ്കിൽ മൂടിപ്പുറച്ചുള്ള ഡ്രസ്സ് ന്യൂ ബോണിന് ഇടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവൻ അതിലും ഹോട്ടായി ഇങ്ങനെ അവന് ടെമ്പറേച്ചർ കൂടി അങ്ങനെ നമ്മൾ പനിയാണോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഓപ്പണായിട്ട് ഇട്ടപ്പോൾ അവനത് ഓക്കെ ആയി. അപ്പോൾ
നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വാങ്ങിച്ചാൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കണ്ണി കണ്ടതും വലിച്ചു വാരിയതും ഇതൊക്കെ വാങ്ങാതെ നമ്മുടെ ബേബിക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ്, അതേപോലെ ഏത് പ്രായത്തിൽ എന്ത് ടോയ് വേണം, എന്ത് വാങ്ങാൻ പറ്റും, മറ്റുള്ളവരുടെ കണ്ട് നമ്മൾ എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാണ്ടിരിക്കുക. ഞാനങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ച ഇത്തരം സാധനങ്ങൾ മതി നമുക്ക്. ജബ്ല മതി, ഇപ്പോൾ ന്യൂ ബോൺ അല്ലേ, നമുക്കത് മതിയാവും. തൊപ്പിയും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ 2 മക്കളായപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഓവർ ഡ്രസ്സ് ചെയ്യിക്കുക, അതായത് ഇങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞ ക്യാപ്പൊക്കെ ഉള്ള ഒരു ഹൂഡി ടൈപ്പ് ഡ്രസ്സൊക്കെ നമ്മളത് ക്ലൈമറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് എന്താ പറയുക അത് വേണം ഇത് വേണം അത് വേണ്ടി വരും ഇത് വേണ്ടി വരും എന്ന് ചിന്തിക്കാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഓവറായിട്ട് എക്സ്പെൻസ് ഒന്നും ഇതാക്കാതെ ചിലവാക്കാതെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ആലോചിച്ച് നമുക്ക് എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങട്ടോ. ന്യൂ ഹാൻഡ്സിന് എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തായാലും ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇനി ഞാൻ ഓക്കെ ആയി നോർമലായിട്ടൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് എനിക്ക് C-സെക്ഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.